അട്ടപ്പാടിയിലെ കാട്ടാന ആക്രമണത്തിലേക്ക് തന്നെയാണ് 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കൊരു പ്രതികരണത്തിലേക്ക് വിട്ടു. പ്രജിത്തിലേക്കാണ്. പ്രജിത്ത് നേരത്തെ ചോദിച്ചിരുന്നതാണ്, അതായത് ഈ 3 പേരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് നിലവിലത്തെ അവരുടെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നുള്ളത് ചോദ്യം. 2, ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങാറുള്ള സ്ഥലമാണ്. ഹരി, ഇന്ന് പുലർച്ചെ 4:30 കൂടിയാണ് മുള്ളി മേഖലയിൽ ആദ്യം കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. മുള്ളി മേഖലയിലെ വെള്ളിങ്കിരിക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. വെള്ളിങ്കിരിയെ കോട്ടത്തറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളിങ്കിരിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അതുപോലെ തന്നെ ഗൂളിക്കടവ്, അട്ടപ്പാടി ഗൂളിക്കടവ് ചിറ്റൂരിന് സമീപം ഓട്ടോയിൽ വരികയായിരുന്ന മിനി, ഷാജി, ഡ്രൈവർ പ്രസാദ് എന്നിവരും കൂടെ ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. അവർ വരുന്ന ഓട്ടോയെ ഒറ്റക്കൊമ്പനാണ് ആക്രമിച്ചതെന്ന് പറയുന്നു. ഓട്ടോയെ മറിച്ചിടുകയാണ് ഉണ്ടായിരിക്കുന്നത്. അവർക്കും പരിക്കുണ്ട്. 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ഇവരെ 3 പേരെയും ഇപ്പോൾ കോട്ടത്തറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അട്ടപ്പാടി മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം സ്ഥിരമാണ്. ഇതിനു മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആ കാട്ടാനയുടെ ആക്രമണത്തിൽ അവിടെ നിരവധി പേർ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾക്ക് പരിക്കില്ല. പക്ഷെ എന്നാൽ വീണ്ടും അത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇപ്പോൾ അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണം നടന്നിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.